ജ്ഞാനേന്ദ്രപതിയുടെ പ്യാസാക്കുവ എന്ന ആ ഒരു ചെറിയ കവിതയിലെ പ്രോബേബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. कुआं प्यासा क्यों है? हैंडपंपों के अनियंत्रित मात्रा में खोदे जाने के कारण कुएं में पानी बिल्कुल नहीं है, इसलिए कुआं प्यासा है. എന്തുകൊണ്ടാണ് കിണറിന് ദാഹിക്കുന്നത്? കിണറിന് വെള്ളമില്ല. വെള്ളം വറ്റാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് കിണറിൽ വെള്ളമില്ലാതെ വന്നത്? അനധികൃതമായി വലിയ തോതിൽ ഹാൻഡ് പമ്പുകൾ കുഴിച്ചത് കാരണം കിണറുകളിൽ വെള്ളം വറ്റിയിരിക്കുന്നു. किसकी आवाज़ कुएं को चिढ़ाती थी? किसकी आवाज़ चिढ़ाती थी? हैंडपम्प की आवाज़ कुएं को चिढ़ाती थी. अगर 2 पल कुएं के पास खड़े हो जाओ तो आपको क्या सुनाई देगी? अगर 2 पल कुएं के पास खड़े हो जाएं तो हमें उसकी सिसकी सुनाई दी जा सकती है. സിസ്കി മണി സിസ്കി എന്ന് വെച്ചാൽ കരച്ചിൽ, ഏങ്ങലടിച്ചുള്ള കരച്ചിൽ. अगर 2 पल उस कुएं के पास खड़े हो जाएं तो हमें उसकी सिसकी सुनी जा सकती है. प्यासा कुआं कविता का मूल प्रतिपाद्य क्या है? പ്രതിപാദ്യം എന്ന് വെച്ചാൽ എന്താണ് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്, എന്ത് മെസ്സേജാണ്? ज्ञानेंद्रपति जी अपनी कविता प्यासा कुआं के द्वारा यह संदेश देना चाहते हैं कि हमें पारंपरिक जल स्रोतों का संरक्षण करना चाहिए. പാരമ്പരിക് ജൽ സ്രോത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ്, അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടി ഇരിക്കുന്നു. പരിസ്ഥിതി കാ നാശ് പൂരെ മാനവ് രാശി और जीव जंतुओं के लिए विनाशकारी सिद्ध होगा. അല്ലെ, എൻവയൺമെൻറ്റിനെ ഇങ്ങനെ നമ്മൾ നശിപ്പിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും അത് വളരെ ദോഷകരമായി ബാധിക്കും. യഹി കവിത കാ മൂൽ പ്രതിപാദ്യ ഹെ. കുവാ കാ ഹാൽ ക്യാ ഹെ? കുവയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഹാൽ എന്ന് വെച്ചാൽ അവസ്ഥ എന്താണ്, കിണറിൻ്റെ അവസ്ഥ എന്താണ്? കുവാ കാ ഹാൽ എക്ദം ബേഹാൽ ഹെ, വല്ലാത്തൊരവസ്ഥയാണ്. എന്താണ്? ക്യോങ്കി മാനവനെ ഉസേ ഏക് കൂടാദാൻ ബനാ ദിയാ ഹെ. കൂടാദാൻ എന്ന് വെച്ചാൽ ഡസ്റ്റ്ബിൻ. മനുഷ്യർ കിണറിനെ ഒരു ഡസ്റ്റ്ബിനാക്കി മാറ്റിയിരിക്കുകയാണ്. ഉസേ പ്ലാസ്റ്റിക് കെ ബോത്തലോं से भर दिया है. ऊपर से चारों ओर बड़ी मात्रा में हैंडपम्प खोदे जाने के कारण कुएं में पानी न के बराबर है. ഒന്നാമത് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കൊണ്ട് ഒരു ഡസ്റ്റ്ബിൻ പോലെ ആക്കി വെച്ചിരിക്കുകയാണ് കിണറുകളെ. അത് പോരാഞ്ഞ് വലിയ അളവിൽ ഹാൻഡ് പമ്പുകൾ കുഴിച്ചിട്ട് കിണറിൻ്റെ വെള്ളമെല്ലാം അങ്ങ് ന കെ ബറാബർ ഹെ എന്ന് വെച്ചാൽ ഇല്ല. ഇസ് പ്രകാർ കുവേ ക ഹാൽ ബഹുത് ബുരാ ഹെ. അങ്ങനെ കിണറിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ബുറ അവസ്ഥ ഹെ, ശോചനീയം. ഇനിയും ഇത് നാച്ചുറലായിട്ട് ചോദിക്കാം, പ്യാസാ കുआं കിസ്കി കവിത ഹെ? അത് നമുക്കറിയാം, ജ്ഞാനേന്ദ്രപതി ജിക്ക് കവിത ഹെ. ഇനി ജ്ഞാനേന്ദ്രപതി ജിക്ക് കുച്ച് അന്യ കാവ്യ സംഗ്രഹം കെ നാം ലിഖി. അദ്ദേഹത്തിൻ്റെ തന്നെ വേറെ കുറച്ച് കാവ്യസംഗ്രഹങ്ങളുടെ പേര്. ജ്ഞാനേന്ദ്രപതി മെയിനായിട്ട് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന ഒരു ആളാണ്. മിക്ക കവിതകളിലും പ്രകൃതിയുടെ ഒരു ദുരവസ്ഥയെ പറ്റിയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഗംഗാതട്ട് അതുപോലത്തെ ഒരു ഓർത്തിരിക്കണം, ഗംഗാ നദിയുടെ ദുരവസ്ഥയെ പറ്റി. ഗംഗാ നദിയിൽ നമ്മൾ ഒരുപാട് മാലിന്യമൊക്കെ വലിച്ചെറിയുന്നതിനെ പറ്റിയാണ് ഗംഗാതട്ട്. പിന്നെ കവിനെ കഹ, സംശയാത്മ, ഈ 3 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. പ്യാസാ കുआं കവിത കാ സന്ദേശ് ക്യാ ഹെ? ഈ ഒരു കവിത എന്ത് സന്ദേശമാണ് നൽകുന്നത്? പ്രാകൃതിക് സമ്പദ ഹമാര വരദാൻ ഹെ, അത്തഹ ഉസ്കാ സദുപയോഗ കർണാ ചാഹിയെ. ആദ്യത്തെ ഉപദേശം എന്താണ്? നമ്മുടെ ഈ പ്രാകൃതിക് സമ്പദ, നാച്ചുറൽ റിസോഴ്സസ് ഒരു വരദാനമാണ്. അത് സൂക്ഷിച്ചുപയോഗിക്കണം, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. कुआं शुद्ध जल का प्राकृतिक स्रोत होता है, अतः उसे कूड़ादान में न बदलकर उसका संरक्षण किया जाना चाहिए. പ്രത്യേകിച്ച് കിണറുകൾ ശുദ്ധജല സ്രോതസ്സുകളാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു കൂടാദാൻ അല്ലെങ്കിൽ ഡസ്റ്റ്ബിനാക്കി കൂടയും കച്ചറയെല്ലാം നിറയ്ക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റാതെ അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. പ്ലാസ്റ്റിക് की बड़ी मात्रा में उपयोग पूरे मानव राशि के लिए हानिकारक सिद्ध हो सकता है, इसलिए उसके उपयोग पर പുനർവിചാർ किया जाना चाहिए. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം ഇത്രയും വലിയ തോതിൽ അത് മാനവരാശി പൂരെ മാനവരാശിക്ക് ലിയെ ഹാനികാരക് സിദ്ധ ഹോ സക്താ ഹെ. അതുകൊണ്ട് അത് നിയന്ത്രിക്കണം. യഹി പ്യാസാ കുआं കവിത കാ സന്ദേശ് ഹെ.
എസ് എ ക്വസ്റ്റ്യൻ ഇതൊക്കെ തന്നെ വരാവുന്നതാണ്. എസ് എ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും പ്രൊബബിളായിട്ട് വരാവുന്നത് വർത്തമാൻ ജീവൻ കെ സന്ദർഭ് മേ പ്യാസ കുആ കി സമീക്ഷ കീജിയെ. ഇന്നത്തെ നമ്മുടെ മോഡേൺ ലൈഫിൽ നമ്മൾ എത്രമാത്രം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു, എത്രമാത്രം നമ്മൾ എൻവയൺമെൻറ്റിനെ പൊള്യൂട്ട് ചെയ്യുന്നു, നമ്മൾ എത്രമാത്രം എൻവയൺമെൻറ്റിനെ പൊള്യൂട്ട് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്ത് ഈ കവിത അതിനെ ഒന്ന് വിലയിരുത്താനാണ്. ചോദ്യം അതാണ്. ज्ञानेंद्र पति जी की कविता प्यासा कुआं वर्तमान जीवन में काफ़ी अहमियत रखने वाली पारिस्थितिकी के सवाल को उठाती है. कुआं को रोते सिसकते हुए उसे प्यासा बताते हुए कवि आधुनिक मानव का ध्यान पारिस्थितिकी के इस प्रश्न की ओर खींचते हैं जहां पारंपरिक जल स्रोत नष्ट होते जा रहे हैं. कुआं शुद्ध पानी का स्रोत होता है. उन्हें संरक्षित रखना मानव राशि के लिए ज़रूरी है. कवि यहाँ पर्यावरण प्रदूषण का प्रश्न भी उठाते हैं. प्लास्टिक बोतलों का कुएं में फेंके जाना, कुओं को एक डस्टबिन की तरह इस्तेमाल करना और इस प्रकार हमारे लिए शुद्ध जल के जो स्रोत हैं उन्हें नष्ट करना, ठीक उसी प्रकार हैंडपंपों के आगमन के बाद बड़ी मात्रा में कुएं के पानी का गायब हो जाना देखा जाता है. भूगर्भ जल का खत्म हो जाना, हैंडपंपों का क्रमातीत संख्या में खोदा जाना भी एक बहुत बड़ी पारिस्थितिक समस्या है. सरकार की तरफ से हैंडपंपों के खोदे जाने पर नियंत्रण लाया जाना चाहिए, वरना देखते ही देखते पीने के लिए पानी दुर्लभ हो जाएगा और संभव है कि अगला विश्व युद्ध पानी के नाम पर ही होगा. वैसे भी आज के वर्तमान युग में कई राज्यों के बीच नदी जल को लेकर तर्क सजीव है. वो दिन दूर नहीं जब पीने के पानी के लिए मानव तरसेगा अगर हम हमारे पारंपरिक स्रोतों का संरक्षण नहीं करते. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? വർത്തമാൻ ജീവൻ കെ സന്ദർഭ് മേ പ്യാസാ കുആ കി സമീക്ഷ കീജിയെ. ഇന്നത്തെ മോഡേൺ ലൈഫുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി ഈ പ്യാസാ കുആ കവിതനെ ഒന്ന് വിലയിരുത്താനാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ് നമ്മൾ നഷ്ടപ്പെടുത്തുവാണെങ്കിൽ സമ്പൂർണമായ ലോകത്തിന് പറഞ്ഞു വരുന്നത് ഈ ട്രഡീഷണൽ വാട്ടർ റിസോഴ്സസ് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ മനുഷ്യരാശിക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും വലിയ ആപത്താണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകളുടെ അമിതമായ ഉപയോഗം, പിന്നെ അത് വലിച്ചെറിയുന്നത്, യൂസ് ആൻഡ് ത്രോ കൾച്ചർ, ഇതെല്ലാം നമ്മുടെ പരിസ്ഥിതിയെ ബാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ എൻവയൺമെൻറ്റിനെ ബാധിക്കുന്നതാണ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ചെറിയ കവിതയാണ് ജ്ഞാനേന്ദ്ര പതിയുടെ പ്യാസാ കുആ. ഓക്കെ.